വിദേശത്തുള്ള വീണ വിജയന്റെ അക്കൗണ്ടിൽ നടന്നത് കോടികളുടെ സാമ്പത്തിക ഇടപാടാണെന്ന് ഷോൺ ജോർജ്. കരിമണൽ കടത്ത് മാസപ്പടിയുമായി ബന്ധപ്പെട്ടാണോ ഇടപാടുകളെന്ന് സംശയമുണ്ട്. വിദേശത്തെ പണമിടപാടിനെക്കുറിച്ചും അക്കൗണ്ടിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം വേണം. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾ എന്തിനു വേണ്ടിയാണെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. അബുദാബി ആസ്ഥാനമായിട്ടുള്ള അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിലാണ് ഈ അക്കൗണ്ട് ഉള്ളത്. ഈ അക്കൗണ്ടിൻ്റെ ഉടമകൾ, സിഗ്നേറ്ററീസ്, ഒന്ന് മുഖ്യമന്ത്രിയുടെ മകൾ ശ്രീ വീണ ടിയും രണ്ടാമത്തെ സിഗ്നേറ്ററി എന്ന് പറയുന്നത് സുനീഷ് എമ്മുമാണ്. ഈ അക്കൗണ്ടിൽ വന്നിട്ടുള്ള കോടാനുകോടികളുടെ പണമിടപാടിൽ ഇവിടെ നടന്നിട്ടുള്ള കരിമണൽ കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PwC ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ നൽകും കൂടുതൽ വിവരങ്ങൾ. അർജുൻ മട്ടന്നൂർ, ഷോൺ ജോർജ് പലതും തമ്മിൽ കൂട്ടിയിണക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഈ വാർത്താസമ്മേളനത്തിൽ. വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര, ഒപ്പം ലാവ്ലിൻ, എക്സാലോജിക് എല്ലാം തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണികളായി ഷോൺ അവകാശപ്പെടുന്നത് എന്തൊക്കെയാണ് അർജുൻ? സുജയ, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് BJP നേതാവായ ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട ഉയർന്നുകേട്ട 1,72,00,000 ഇടപാട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കോടികളുടെ ഇടപാടുകൾ ഈ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കുമായി നടന്നിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ എക്സാലോജിക്കിന്റെ പേരിൽ വിദേശത്ത് അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. ഈ അക്കൗണ്ടിന്റെ ഉടമകളായിട്ടുള്ളത് വീണ വിജയനും സുനീഷുമാണ്. ഈ അക്കൗണ്ടുകളിലേക്ക് നേരത്തെ വിവാദത്തിൽപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ആരോപണം. പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും SNC ലാവ്ലിൻ എന്ന കമ്പനിയിൽ നിന്നുമാണ് കോടികളുടെ ഇടപാടുകൾ നടന്നിട്ടുള്ളത്. ഈ ഇടപാടുകൾ നടന്ന ശേഷം ഈ പണം അമേരിക്കയിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട് എന്നും ഷോൺ ജോർജ് ആരോപിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് SFIക്കും EDക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇത് മാസപ്പടിയുമായും അതോടൊപ്പം തന്നെ കരിമണൽ കടത്തുമായും ബന്ധപ്പെട്ട ഇടപാടാണോ എന്ന് സംശയിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു അന്വേഷണം വേണം എന്നാണ് ഷോൺ ജോർജിൻ്റെ ആവശ്യം. മാത്രവുമല്ല, ഇതിൽ ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇൻകം ടാക്സ് റിട്ടേണിൽ കൃത്യമായി കാണിക്കേണ്ടതാണ്. വീണ വിജയൻ ഇക്കാര്യം കാണിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും ഷോൺ ജോർജ് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയുമായി നേരത്തെ ആരോപണം ഉയർന്ന രണ്ട് കമ്പനികളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് എന്നൊരു ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഈ കാര്യത്തിൽ രേഖകളടക്കം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നും ഷോൺ ജോർജ് പറയുന്നുണ്ട്. എന്തായാലും ഷോൺ ജോർജ് സമർപ്പിച്ച ഉപഹർജി നാളെയായിരിക്കും ഹൈക്കോടതി പരിഗണിക്കുക. SFIയും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നേരത്തെ പറഞ്ഞ തുകക്ക് അപ്പുറത്തേക്ക് വലിയ കോടികളുടെ ഇടപാടുകൾ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് നടന്നിട്ടുണ്ട് എന്നൊരു ഗുരുതരമായ ആരോപണമാണ് ഷോൺ ജോർജ് ഉന്നയിക്കുന്നത്. സുജയ, രേഖകൾ കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയെന്നാണ് ഷോൺ ജോർജ് അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതും അറിയേണ്ടിയിരിക്കുന്നു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.